Hi guys. So in this video, we'll be discussing the question 2a, which is from the chapter Rectification of Errors. So അതിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. So you are having total 10 questions ആണുള്ളത് for 12 marks. Okay. So we'll start doing the first one is the total of sales return book for January 24 has been casted short by rupees 1000. എന്താണ് ഇതിന്റെ മീനിങ് എന്താ? ലെറ്റ് സേ സപ്പോസ് സെയിൽസ് റിട്ടേൺസ് 10,000 ആണെങ്കിൽ എത്ര റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ? 9,000 റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. 1,000 rupees ഷോർട്ട് ആയിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പൊ എന്ത് ചെയ്യുക? നൗ ആ 1,000 കൂടി എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. സോ എൻട്രി എന്ത് വരും? സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ലെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് rupees 1,000. Now next, freight paid for installation of machine 6,500 was posted to the freight account as 5,600. So what is the wrong entry here? Freight paid account to cash or bank account 5,600. So that is the wrong entry. What is the correct entry in the machine account to cash account? So ബിക്കോസ് ഇതെന്താണ് ഇൻസ്റ്റോളേഷൻ ഓഫ് എ മെഷീൻ ആണ്. സോ ആ ഇൻസ്റ്റോളേഷന് വന്ന ആ ചാർജ് എന്ത് ചെയ്യണം? മെഷീൻ അക്കൗണ്ടിലൂടെ ആഡ് ചെയ്യണം. സോ what will be the rectification entry? Machine account at 6,500 to freight account 5,600 to suspense account 900 because 6,500 ആണ് എന്തായിരിക്കുന്നത് മെഷീൻ ഇൻസ്റ്റോളേഷന്റെ ചാർജ് വന്നിരിക്കുന്നത്. ബട്ട് ഫ്രൈറ്റ് അക്കൗണ്ടിലേക്ക് എത്ര പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ? എത്ര എമൗണ്ട്? 5,600 ആണ്. സോ ഡിഫറൻസ് വിൽ ബി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ടു സസ്പെൻസ് അക്കൗണ്ട്. തേർഡ് വൺ ഇസ് goods of the value of rupees 2,500 returned by a customer were entered in the sales day book and posted therefrom to the credit of his account. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? എന്താ റോങ് എൻട്രി? എന്താ? സെയിൽസ് അക്കൗണ്ട് ടു കസ്റ്റമർ അക്കൗണ്ട് എന്നാണ് റോങ് എൻട്രി ആയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. വാട്ട് ഇസ് ദി കറക്റ്റ് എൻട്രി? എന്താ? സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ടു കസ്റ്റമർ അക്കൗണ്ട്. സോ ഇവിടെ എന്താ? കസ്റ്റമർ അക്കൗണ്ടിലേക്കുള്ള ക്രെഡിറ്റ് ഇസ് കറക്റ്റ്. വാട്ട് ഇസ് റോങ്? എന്താ? സെയിൽസിലേക്ക് ഡെബിറ്റ് കൊടുത്തു അല്ലെ, വിച്ച് ഇസ് റോങ്. സോ റെക്ടിഫിക്കേഷൻ എന്ത് ചെയ്യണം? ആ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തിട്ട് ആക്ച്വൽ ഡെബിറ്റ് സെയിൽസ് റിട്ടേണിന് കൊടുക്കുക. സോ സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് 2,500. Now next, 18,000 paid for purchase of old motorcycle for personal use of Mr. Sarvesh Kumar was debited to conveyance account. എന്താ റോങ് എൻട്രി? എന്താ? കൺവെയൻസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് എന്നാണ് എൻട്രി പാസ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഇസ് റോങ് ബിക്കോസ് എന്താ? ഓൾഡ് മോട്ടോർ സൈക്കിൾ പർച്ചേസ് ചെയ്തത് ഇപ്പോൾ പേഴ്സണൽ യൂസിനാണ്. സോ എല്ലാ പേഴ്സണൽ യൂസിന് എന്ത് ചെയ്താലും അതിനെന്ത് ചെയ്യണം? ഡ്രോയിങ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുക? സോ ദ റോങ് ഡെബിറ്റിന് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക, വിച്ച് ഇസ് കൺവെയൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് ആക്ച്വൽ ഡെബിറ്റിന് എന്താ? ഡ്രോയിങ്സ് എന്നത് ആക്ച്വൽ ഡെബിറ്റ് കൊടുക്കുക. സോ ഡ്രോയിങ്സ് അക്കൗണ്ട് ലെറ്റർ ടു കൺവെയൻസ് അക്കൗണ്ട് 18,000. Next, a purchase of 6,700 had been posted to creditors account as 6,000. ഇവിടെ എന്താ സംഭവിച്ചെന്താ? എ പർച്ചേസ് ഓഫ് 6,700 had been posted to creditors account as 6,000 means 700 എന്താണ്? ഷോർട്ട് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 700 രൂപ കുറച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. സോ സിമ്പിൾ. എന്ത് ചെയ്യുക? 700 രൂപ ഒന്നും കൂടി എന്ത് ചെയ്യുക? 700 രൂപ ക്രെഡിറ്റ് കൊടുക്കുക. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലേക്ക് 700 രൂപ എക്സ്ട്രാ ക്രെഡിറ്റ് കൊടുക്കുക. സോ എൻട്രി ഇങ്ങനെ വരും: സസ്പെൻസ് അക്കൗണ്ട് ലെറ്റർ ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് 700. Then receipt of cash rupees 5,000 from Mr. Avinash was posted to the debit of his account. അതിൻ്റെ അർത്ഥം എന്താ? A receipt of cash of rupees 5,000 from Mr. Avinash. സോ അവിനാഷിന്റെ കയ്യിൽ നിന്ന് എന്ത് കിട്ടി? പൈസ കിട്ടിയിട്ടുണ്ട്. ആൻഡ് വാസ് പോസ്റ്റഡ് ടു ദി ഡെബിറ്റ് ഓഫ് ഹിസ് അക്കൗണ്ട്. അതെന്താ സംഭവിച്ചെന്താ? അവിനാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു? അവിനാഷിനെ ഡെബിറ്റ് ചെയ്തു. സോ എന്താണ് റെക്ടിഫിക്കേഷൻ ചെയ്യുക? ഫസ്റ്റ് ആ ഡെബിറ്റിനെ ക്യാൻസൽ ചെയ്യാൻ ഒരു 5,000, ദെൻ ടു ഗിവ് ദി ആക്ച്വൽ ക്രെഡിറ്റ് 5,000. സോ ടോട്ടൽ എമൗണ്ട് വിൽ ബി 10,000. സോ എൻട്രി എന്താ? സസ്പെൻസ് അക്കൗണ്ട് ലെറ്റർ 10,000 ടു Avinash account 10,000. So 5,000 is to cancel the debit.
ഡെബിറ്റിന് ക്രെഡിറ്റ് ചെയ്യാൻ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 5,000. അനദർ 5,000 ഫോർ ഗിവിംഗ് ദി ആക്ച്വൽ ക്രെഡിറ്റ് കൊടുക്കാൻ. നെക്സ്റ്റ്, a check of rupees 2,500 received from Mr. Alok had been dishonored and was posted to the debit of Mr. Ashok. So അലോക്കിന്റെ കയ്യിൽ നിന്ന് ചെക്ക് റിസീവ് ചെയ്തത് ഡിസോണർ ആയി, അതെന്ത് ചെയ്തു, ഡെബിറ്റ് ഓഫ് മിസ്റ്റർ അശോകിന് കൊടുത്തു. സോ അലോകിന് പകരം അശോക് ആയിപ്പോയി. അപ്പൊ എന്ത് ചെയ്യാ, ആ റോങ് ഡെബിറ്റിനെ ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് ആക്ച്വൽ ഡെബിറ്റ് കൊടുക്കുക. എന്താണ്, അലോക് അക്കൗണ്ട് ലെറ്റർ ടു അശോക് അക്കൗണ്ട് 2,500. Next, 8th one. Sale of rupees 8,500 to Mr. Deepak was recorded in the sales book correctly, but while posting in ledger credited to his account. എന്താ സംഭവിച്ചിരിക്കുന്നത്, സെയിൽ സംഭവിച്ചിട്ടുണ്ട്. സെയിൽ ഓഫ് റുപ്പീസ് 8,000 ടു മിസ്റ്റർ ദീപക്. അപ്പോ എൻട്രി ഇങ്ങനെ വരും, മിസ്റ്റർ ദീപക് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് ആണ് കറക്റ്റ് എൻട്രി വരേണ്ടത്. അതിന് വരെ എന്ത് ചെയ്തു, സെയിൽസ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്, ബട്ട് ദീപക്കിന് അക്കൗണ്ടിന് എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ റെക്ടിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആ റോങ് ക്രെഡിറ്റിന് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക, ദെൻ ഗിവ് ദി ആക്ച്വൽ ഡെബിറ്റ്. സോ എമൗണ്ട് എത്ര വരും, 17,000, ഡബിൾ എമൗണ്ട് വരില്ലേ. സോ എൻട്രി എന്താ, ദീപക് അക്കൗണ്ട് അറ്റ് 17,000 ടു സസ്പെൻസ് അക്കൗണ്ട് 17,000. ഇവിടെ എന്താ ഡബിൾ ആയത് എങ്ങനെയാ, 8,500 ഇസ് ടു ക്യാൻസൽ ദി ക്രെഡിറ്റ്, ആ ക്രെഡിറ്റിനെ ക്യാൻസൽ ചെയ്ത് ഡെബിറ്റ് ചെയ്യുക. Then another 8,500 is to give the actual debit. Next, 9th one. The total of discount allowed column in the cash book for the month of December 23 amounting to 3,800 was not posted. അപ്പൊ എന്ത് ചെയ്യാ, പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാ, ഇപ്പൊ പോസ്റ്റ് ചെയ്യാ. എന്താ എൻട്രി എന്ത് വരും, ഡിസ്കൗണ്ട് അലൗഡ് ആണ് അല്ലെ, ഡിസ്കൗണ്ട് കൊടുത്തതാണ്. സോ വിച്ച് ഈസ് എൻ എക്സ്പെൻസ്. സോ എക്സ്പെൻസ് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. സോ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ലെറ്റർ ടു suspense account 3,800. Now next, last one is sale of old office table for 2,200 treated as sale of goods. അത് സെയിൽ ഓഫ് ഗുഡ്സ് ആയിട്ടല്ല ട്രീറ്റ് ചെയ്യണത്, ദാറ്റ് ഇസ് എ സെയിൽ ഓഫ് അസറ്റ് ആണ്. സോ അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം, അസറ്റിന് ക്രെഡിറ്റ് ചെയ്യണം. ബട്ട് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, സെയിൽസിന് ക്രെഡിറ്റ് കൊടുത്തിട്ടുള്ളത്. സോ എന്ത് ചെയ്യുക, ആ റോങ് ക്രെഡിറ്റിന് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. സെയിൽസിന് ഡെബിറ്റ് ചെയ്തിട്ട് ഗിവ് ദി ആക്ച്വൽ ക്രെഡിറ്റ്, ദാറ്റ് ഈസ് ടു furniture account rupees 2,200. And for all these entries you should give the narration എന്തായാലും കൊടുക്കുക. So see you in the next video.